ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതാ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളായിട്ടാട്ടോ. അപ്പോൾ തലേ ദിവസം പെരുന്നാളിൻ്റെ തലേ ദിവസം കുട്ടികളൊക്കെ പടക്കവും പൂത്തിരിയും ഒക്കെ ആയിട്ട് ആഘോഷിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇസ്മോനും ഋതുമോനും തോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് വലിയ സന്തോഷമായിട്ടോ ഇതൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ തലേ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ വൈകിയാട്ടോ കിടന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഐസൊക്കെ കിട്ടി. അതിലൊക്കെ വലിയ ഹാപ്പി ആയിട്ട് അവർക്ക് തന്നെയാണല്ലോ പെരുന്നാൾ. നല്ല സന്തോഷമായിട്ടോ തലേ ദിവസമൊക്കെ. പിന്നെ ഞാൻ തലേ ദിവസം പെരുന്നാളിനുള്ള എല്ലാം ഒരുക്കി വെക്കും കേട്ടോ. ഞാൻ മന്തിയാണ് തയ്യാറാക്കുന്നത്. അപ്പം അത് മസാല ഒക്കെ ഒന്ന് കൂട്ടി റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ തലേ ദിവസം ബീഫും നെയ്ച്ചോറും വരും കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ കിടക്കാൻ പോയി. ഇനി രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് കാണാം കേട്ടോ. പെരുന്നാളിൻ്റെ ദിവസം ഞാൻ നേരത്തെ എണീക്കും കേട്ടോ. നേരത്തെ പണികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ എണീക്കുന്നത്. 4 മണിയായപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. പിന്നെ കിച്ചണിലോട്ട് വന്നു. പിന്നെ പെട്ടെന്ന് ജോലികളെല്ലാം പെട്ടെന്ന് കഴിച്ചു കേട്ടോ. മന്തിയും ബീഫ് വരട്ടിയതും ഒക്കെയാണ് സ്പെഷ്യല്. അതൊക്കെ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. എത്ര ജോലി ഒരു വീട്ടിലില്ല എന്ന് പറഞ്ഞാലും നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും ജോലി തന്നെയാണ്. വല്ല ഫങ്ഷനോ വലിയ കല്യാണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്രീ ആവുക. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകണം, അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ നമ്മൾ ഫ്രീ ആവുള്ളൂ. പക്ഷേ ഈ പെരുന്നാൾ ദിവസം നമുക്ക് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യണം തോന്നിയാൽ നമ്മൾ ജോലികൾ കുറച്ച് നേരത്തെ കഴിച്ചാൽ നമുക്കും ഇതുപോലെ ഫ്രീ ആയിട്ടിരിക്കാം കേട്ടോ. ഞാനിവിടെ കൂടിയിരുന്നിട്ട് ഒരു 10 വർഷമായിട്ടോ. ഈ 10 വർഷമായിട്ട് ഞാൻ നേരത്തെ എണീറ്റ് പെരുന്നാളിൻ്റെ ദിവസം നേരത്തെ ഒരു 4 മണിക്കൊക്കെ എണീറ്റ് ഫുഡൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി കേട്ടോ. കുറച്ച് നേരത്തെ എണീറ്റ് ഫുഡും എല്ലാം റെഡിയാക്കി ക്ലീനിങ്ങൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് പ്രത്യേകിച്ച് ഒന്നും ജോലി ഉണ്ടാവില്ല. കുറേ സമയം ഒഴിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഉറക്ക് പോയിന് കുറച്ച് നേരം ഉറങ്ങും ചെയ്യാം കേട്ടോ. പിന്നെ രാവിലെ കുട്ടികളെയൊക്കെ വിളിച്ചുണർത്തി ഞാൻ പുതിയ ഡ്രസ്സ് എടുത്ത് അവർക്ക് ഇടാൻ കൊടുത്തു കേട്ടോ. ഇനി എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കുളിക്കുക, അങ്ങനെ നിസ്കരിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പൊന്നും ഋതുമോനും ചോറ് കഴിക്കട്ടെ. രാവിലെ തന്നെ ചോറായപ്പോൾ ഒരു ചെറിയൊരു മൂഡ് ഔട്ട് ഉണ്ട്. അതിൻ്റെ ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് പിന്നെ ഞാൻ കടികളൊന്നും ഉണ്ടാക്കാറില്ല. ഈ ചോറ് തന്നെയാണ് രാവിലെ കൊടുക്കുക. പെരുന്നാൾ പള്ളിക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ ഇറങ്ങുക കേട്ടോ. പിന്നെ ഞങ്ങളും കൂടെ തന്നെ എല്ലാവരും ഇരുന്ന് കാണാണ് ഭക്ഷണം കഴിക്കുക. ഇതാണ് ഇവരുടെയൊക്കെ പെരുന്നാൾ ഡ്രസ്സ്. കുട്ടികളെ പെരുന്നാൾ ഡ്രസ്സാണിത്. 2 പേർക്കും ഒരേപോലെയാണ് ഞാൻ ഡ്രസ്സ് എടുക്കാറ് കേട്ടോ. കുറച്ച് വലിയ കുട്ടികളായി അവരവരുടെ ഇഷ്ടം തീരുമാനിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് 2 പേരും ഒരേപോലെയാണ് ഡ്രസ്സ് ഇടുക. പിന്നെ ഇവർ 2 പേരും ഒരേപോലെ കാണുന്നവർക്ക് തോന്നും കേട്ടോ. എപ്പോഴും ചോദിക്കും ഇരട്ട കുട്ടികളാണെന്നൊക്കെ. പിന്നെ പള്ളി പോലൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പായസം ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. ഈ ഒരു ജോലി ഞാൻ അപ്പോൾ കഴിക്കാറില്ല. ഞാൻ ഈ ജോലി മാത്രമാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യാറ്. എല്ലാ കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞ് കുട്ടികൾ പള്ളിയിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴത്തേനാണ് പായസം തയ്യാറാക്കാറ്. അങ്ങനെ പായസം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തു. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഈത്തപ്പഴത്തിൻ്റെ അച്ചാറാട്ടോ ഇട്ടത്. ബിരിയാണിക്കാണ് കരുതിയത്. പക്ഷേ കുട്ടികൾക്ക് മന്തി ഇഷ്ടമായതുകൊണ്ട് അച്ചാർ ആദ്യം തന്നെ ഞാൻ ഇട്ട് വെച്ചിരുന്നു. പക്ഷേ ഈത്തപ്പഴ അച്ചാറാണ് ഇട്ടത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ കുളിന്നാനിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിരുന്ന് പോകാൻ തുടങ്ങി കേട്ടോ. ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ പോണത്. നമ്മൾ ഓട്ടോറിക്ഷയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ഷോപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ കുട്ടൂസിനോട് ചോദിച്ചിരുന്നു പെരുന്നാൾ ഡ്രസ്സ് ഇട്ട് വീഡിയോ ഇടുമെന്ന്. ഇതാട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. പിന്നെ ഏട്ടത്തിൻ്റെ വീട്ടിലെത്തി. ശ്യാമോനും ലുലു നമ്മൾ സ്വീകരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പുഴ. അപ്പോൾ ഈ പുഴയൊക്കെ ഒന്ന് കാണാൻ പോയി. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ഇനി പുഴ കാണാൻ പോയതും
എന്താണ് ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഏട്ടത്തിൻ്റെ വീട്ടിലെ പുഴ കാണലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഞങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ. ടൈം ഒരു 6 മണി ഒക്കെ ടൈം ആയിട്ടുണ്ട്. വീട്ടിലെത്തി പിന്നെതാ ഇമ്മമാനേറ്റും വിശേഷങ്ങൾ പറച്ചിലായി. അങ്ങനെ ഇമ്മമാക്കതാ കുട്ടികളുടെ ഡ്രസ്സും ഷൂസും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ഇത് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും ഇവരുടെ ആഘോഷം കൂടെ ഉണ്ട് കേട്ടോ. പടക്കം പൊട്ടിക്കലും പൂത്തിരിയും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ ഇന്നത്തെ പെരുന്നാളൊക്കെ എങ്ങനെയാണ് പറയാം. പിന്നെ കുറച്ച് വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയി കാണാം.